കറണ്ട് അഫയേഴ്സ്. ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പർ മാർച്ച് 21 ഹിന്ദു ന്യൂസ് പേപ്പർ എടുക്കുമ്പോഴത്തേക്ക് നീരവ് മോഡി എന്ന് പറയുന്ന ഫിജിറ്റീവ് ബിസിനസ്മാൻ ഇന്ത്യയിലെ പഞ്ചാബ് നാഷണൽ ബാങ്കിനെ പറ്റിച്ച് കുറെ ക്രോഡ്സ് ഓഫ് റുപ്പീസ് കടമെടുത്തിട്ട് ലണ്ടനിലേക്ക് കടന്നളഞ്ഞ ആളിനെ അറസ്റ്റ് ചെയ്തു വിത്തൗട്ട് എനി ബെയിൽ ഒന്നുമില്ല പുള്ളിക്ക് അപ് ടു മാർച്ച് 29 വരെ. അപ്പൊ എന്തായാലും ഇത് വളരെ നല്ല ഡെവലപ്മെന്റ് ആണ്. ഇപ്പൊ വിജയ് മല്യയെ തിരിച്ച് ഇന്ത്യയിലേക്ക് കൈമാറാൻ പോയാണ് ബ്രിട്ടൻ. അതിനുശേഷം അടുത്ത ഫിജിറ്റീവ് എക്കണോമിക് ഒഫൻഡർമാരിൽ ഒരാളായ നീരവ് മോഡിയും ഇന്ത്യയുടെ കയ്യിലേക്ക് വരുമെന്ന് നമുക്ക് വിശ്വസിക്കാം. പിന്നെ NBW എന്ന് പറയുന്ന ഒരു സംഭവം, ഈ നീരവ് മോഡിയുടെ വൈഫിന് അഗേൻസ്റ്റ് ആയിട്ടാണ് NBW ഇഷ്യൂ ചെയ്തത്. അത് അങ്ങനെ എഴുതണ്ട. NBW എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത് നോൺ ബെയിലബിൾ വാറണ്ട്, അതായത് ജാമ്യമില്ലാത്ത വാറണ്ട് ആണ് നോൺ ബെയിലബിൾ വാറണ്ട് എന്ന് പറയുന്നത്. NBW നോൺ ബെയിലബിൾ വാറണ്ട്. അതുപോലെ IANS എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു ന്യൂസ് ഏജൻസിയാണ്. IANS ഫുൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ്. IANS. PTA ആണ് ഇന്ത്യയുടെ മെയിൻ ന്യൂസ് ഏജൻസി. PTA എന്ന് പറഞ്ഞാൽ പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. PTA പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ മെയിൻ ന്യൂസ് ഏജൻസി. അത് കഴിയുമ്പോഴത്തേക്ക് ബാക്ക് പേജിലേക്ക് പോകുമ്പോൾ ബാക്ക് പേജിൽ SDG കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. SDG സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ആണ്. SDG സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്. ഈ ഗോൾസ് സെറ്റ് ചെയ്തിരിക്കുന്ന യുണൈറ്റഡ് നേഷൻസ് ആണ്. SDG അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് സെറ്റ് ചെയ്തിരിക്കുന്നത് യുണൈറ്റഡ് നേഷൻസ് ആണ്. മൊത്തം 17 ഗോൾസ് ആണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് എന്ന് പറയുന്നത്. ബൈ 2030 യുണൈറ്റഡ് നേഷൻസ് വാണ്ട്സ് ടു അച്ചീവ് ദീസ് ഗോൾസ്. അതിനെയാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് എന്ന് പറയുന്നത്. 2030 കൂടിയാണ് ഇത് അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതിന് നമ്മൾ അതിനടുത്ത പേജിലേക്ക് പോകുന്നു. സ്പോർട്സ് പേജ് ആണ്. സ്പോർട്സ് പേജില് ചെന്നൈ സിറ്റി FC ഇപ്പോഴത്തെ പുതിയ I ലീഗ് ചാമ്പ്യന്മാര്. അപ്പം അവരുടെ ഒരു ഫോട്ടോയൊക്കെ ഉണ്ട് ചെന്നൈ സിറ്റി FCയുടെ. അതുപോലെ ഫിഫയുടെ പ്രസിഡന്റ് ചെന്നൈ സിറ്റി FC ഈ I ലീഗ് ചാമ്പ്യന്മാരായതിൽ അഭിനന്ദിച്ചു എന്നൊരു ന്യൂസ് ഉണ്ട്. ഫിഫയുടെ പ്രസിഡന്റ് പേര് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. ഫിഫയുടെ പ്രസിഡന്റ് ഗാനി ഇൻഫാന്റിനോ ആണ്. GIANNI ഗാനി ഇൻഫാന്റിനോ. INFANTINO ഗാനി ഇൻഫാന്റിനോ. ഫിഫയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് സൂറിച്ച് ആണ്. സൂറിച്ച് സൂറിച്ച് എവിടെയാണ്? സ്വിറ്റ്സർലൻഡിലാണ്. അതുപോലെ ഇന്ത്യയുടെ ഫുട്ബോൾ ഫെഡറേഷന്റെ പ്രസിഡന്റിന്റെ പേരും അതുപോലെ ജനറൽ സെക്രട്ടറിയുടെ പേരുമുണ്ട്. ഇന്ത്യയുടെ ഫുട്ബോൾ ഫെഡറേഷന്റെ പേര് AIFF എന്നാണ്. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ പ്രസിഡന്റ് പ്രഫുൽ പട്ടേൽ. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ ജനറൽ സെക്രട്ടറി കുശാൽ ദാസ്. പ്രഫുൽ പട്ടേൽ ആണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ പ്രസിഡന്റ്. അതിന്റെ ജനറൽ സെക്രട്ടറി കുശാൽ ദാസ് ആണ്. കുശാൽ ദാസ്. അത് കഴിഞ്ഞ് അതിനടുത്ത സ്പോർട്സ് പേജിൽ നമുക്ക് എഴുതിയെടുക്കാനൊന്നുമില്ല. പിന്നെ നമ്മൾ പോകുന്നത് ബിസിനസ് പേജിലേക്കാണ്. ബിസിനസ് പേജിലേക്ക് പോകുമ്പോൾ ബിസിനസ് പേജിൽ ഹഡ്കോയെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. ഹഡ്കോ എന്ന് പറഞ്ഞാൽ ഹൗസിംഗ് ആൻഡ് അർബൻ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു സ്ഥാപനമാണ് ഹഡ്കോ. HUDCO. ഹഡ്കോയുടെ എക്സ്പാൻഷൻ ഹൗസിംഗ് ആൻഡ് അർബൻ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. അറിഞ്ഞിരിക്കേണ്ട ഒരു സ്ഥാപനമാണ് ഹഡ്കോ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതുപോലെ മറ്റൊരു ന്യൂസ് എന്ന് വെച്ചാൽ ഞാൻ ഈ ഇടയ്ക്ക് റൈറ്റ് ഇഷ്യൂവിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. റൈറ്റ് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് മാത്രം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇഷ്യൂ ആണ് റൈറ്റ് ഇഷ്യൂ. അതിൽ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ഷെയർസ് കിട്ടുന്ന മിക്കവാറും ഒരു ഡിസ്കൗണ്ടഡ് റേറ്റിലായിരിക്കും. എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്കൗണ്ടഡ് വാല്യൂ, അതായത് മാർക്കറ്റ് വാല്യൂനെക്കാളും കുറച്ചായിരിക്കും മിക്കവാറും റൈറ്റ് ഇഷ്യൂവിൽ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത്. 25,000 crores ഒരു റൈറ്റ് ഇഷ്യൂ ഇന്ത്യയിലെ ഒരു മൊബൈൽ സർവീസ് പ്രൊവൈഡറായ ഭാരതി എയർടെൽ അല്ലെങ്കിൽ ഭാരതി ഗ്രൂപ്പ് നടത്താൻ പോകുന്ന നമ്മളൊരു ന്യൂസ് ഞാൻ ഡിസ്കസ് ചെയ്തിരുന്നു. അത് ഇന്ത്യയിലെ ഏറ്റവും വലിയ മൊബൈൽ സർവീസ് പ്രൊവൈഡർ എന്ന് പറയുന്നത് വോഡാഫോൺ ഐഡിയ ആണ്. വോഡാഫോൺ ഐഡിയ തമ്മിൽ മെർജ് ചെയ്തപ്പോൾ സബ്സ്ക്രൈബർ ബേസിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ മൊബൈൽ സർവീസ് പ്രൊവൈഡറായി വോഡാഫോൺ ഐഡിയ മാറി. അവരും 25,000 crores ഒരു റൈറ്റ് ഇഷ്യൂ നടത്താൻ പോയാണ് ഒരു ന്യൂസ് ഉണ്ട്. 25,000 crores ഒരു റൈറ്റ് ഇഷ്യൂ വോഡാഫോൺ ഐഡിയയും നടത്താൻ പോയാണ്. അത് കഴിഞ്ഞ് നമ്മള് അതിനടുത്ത ബിസിനസ് പേജ് 13 പേജിലേക്ക് പോകുമ്പോൾ രജനീഷ് കുമാറിന്റെ ഒരു ഫോട്ടോ ഉണ്ട്. രജനീഷ് കുമാർ എല്ലാവർക്കും അറിയാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലെൻഡർ, ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്ക് ആയ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചെയർമാനാണ് രജനീഷ് കുമാർ. അദ്ദേഹം ജെറ്റ് എയർവേസിനെ കുറിച്ചൊരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ജെറ്റ് എയർവേസ് ഈസ് ഇൻ പ്രോബ്ലം ബിക്കോസ് ഓഫ് മിസ്മാനേജ്മെന്റ്. അത് തന്നെയാണ് എന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത്. നരേഷ് ഗോയൽ ചെയർമാനായിട്ടുള്ള ജെറ്റ് എയർവേസ്. ഈ ജെറ്റ് എയർവേസിൽ ഏറ്റവും വലിയ ഷെയർ ഹോൾഡർ എത്തിഹാദ് എയർലൈൻസ് എന്ന് പറയുന്ന UAE ബേസ്ഡ് എയർലൈൻസ് ആണ്. അപ്പം അതിന് ഇത് പൂട്ടിപ്പോകാതെ, ആ കമ്പനി പൂട്ടിപ്പോകാതെ അതിനെ എങ്ങനെയെങ്കിലും റെസ്ക്യൂ ചെയ്തെടുക്കാനാണ് SBI ഉൾപ്പെടുന്ന ലെൻഡേഴ്സ് ശ്രമിക്കുന്നത്. അപ്പൊ അതിനെക്കുറിച്ചൊരു ന്യൂസാണ്. പിന്നെ ഉള്ള ഒരു ന്യൂസ് എന്ന് വെച്ചാൽ ഇന്ത്യൻ
IT മേഖലയിലെ ഏറ്റവും വലിയ ടേക്ക് ഓവേഴ്സിൽ ഒരെണ്ണം നടത്താൻ വേണ്ടിയിട്ട് L&T നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങളാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ L&T ഇന്ത്യയിലെ ഏറ്റവും വലിയ എഞ്ചിനീയറിംഗ് കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. L&T അക്വയർ ചെയ്യാൻ ശ്രമിക്കുന്ന മൈൻഡ്ട്രീ എന്ന് പറഞ്ഞ കമ്പനിയാണ്. മൈൻഡ്ട്രീ ഇസ് ആൻ IT കമ്പനി, ഇന്ത്യൻ IT കമ്പനിയാണ്. L&Tയുടെ ചെയർമാൻ AM നായിക് ആണ്. അദ്ദേഹത്തിന് ഇപ്പോൾ പത്മവിഭൂഷൺ കിട്ടിയായിരുന്നു. ഇന്ത്യയിലെ സെക്കൻഡ് ഹയസ്റ്റ് സിവിലിയൻ ഓണറാണ് പത്മവിഭൂഷൺ ആഫ്റ്റർ ഭാരതരത്ന. ഒന്നാമത്തത് ഭാരതരത്നയാണ് ഹയസ്റ്റ് സിവിലിയൻ ഓണർ. സെക്കൻഡ് ഹയസ്റ്റ് സിവിലിയൻ ഓണർ ഈസ് പത്മവിഭൂഷൺ. അത് ഈ L&Tയുടെ ചെയർമാൻ AM നായിക്കിനാണ് കിട്ടിയത്. L&Tയുടെ CEO ആണ് SM സുബ്രഹ്മണ്യൻ. അതുപോലെ ഏഞ്ചൽ ടാക്സ് ഇഷ്യൂവിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. അത് എല്ലാ ദിവസവും വരുന്ന തന്നെയാണ്. സ്റ്റാർട്ടപ്പ് കമ്പനികളിൽ ആൾക്കാർ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിന് മുകളിൽ ചുമത്തിക്കൊണ്ടിരുന്ന ഒരു ടാക്സ് ആണ് ഏഞ്ചൽ ടാക്സ്. ആ ഏഞ്ചൽ ടാക്സിൽ നിന്ന് അവർക്കൊരു റിലീഫ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തീരുമാനിച്ചു. അതുമായിട്ട് ബന്ധപ്പെട്ട് CBDTയും DPIITയും നടത്തുന്ന അവരുടെ ഇനിഷ്യേറ്റീവ്സ്, CBDTയും DPIIT ആണ് ഇതായിട്ട് കൺസേൺഡ് ആയിട്ടുള്ള ഏജൻസീസ്. ഏഞ്ചൽ ടാക്സ് റിമൂവ് ചെയ്യുന്നതിനായിട്ടൊക്കെ കൺസേൺഡ് ആയിട്ടുള്ള ഏജൻസീസ്. CBDT എന്ന് പറയുന്നത് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസ്. സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസ് ആണ് ഇന്ത്യയിലെ ഡയറക്ട് ടാക്സസിന്റെ പിന്നീട് കൺസേൺ അതോറിറ്റി. CBDTയുടെ ചെയർമാൻ PC മോഡി ആണ് CBDTയുടെ ചെയർമാൻ. DPIIT എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റേണൽ ട്രേഡ് ആണ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റേണൽ ട്രേഡ് ആണ് DPIIT. അപ്പൊ അതറിയാം എല്ലാവർക്കും. അത് ഞാൻ പലതവണ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ തൈസൺ ഗ്രൂപ്പ്, ടാറ്റ സ്റ്റീൽ, ഈ രണ്ട് കമ്പനീസിന്റെ പേര് നടന്നിരിക്കുകയാണ്. തൈസൺ ഗ്രൂപ്പ് THYSSEN KRUPP തൈസൺ ഗ്രൂപ്പ്. ഇറ്റ്സ് എ സ്റ്റീൽ കമ്പനി ഫ്രം ജർമ്മനി. ആൻഡ് ടാറ്റ സ്റ്റീൽ എന്ന് പറയുന്നത് യൂറോപ്പിൽ ടാറ്റ സ്റ്റീലിന് പ്രത്യേകിച്ച് ബ്രിട്ടനിൽ വലിയ ഫാക്ടറികളൊക്കെ ഉണ്ട്, പ്ലാന്റുകളുണ്ട്. അപ്പൊ ഇവര് ട്രൈ ചെയ്യുന്നല്ലാതെ നടക്കാൻ പോയാണ്. തൈസൺ ഗ്രൂപ്പും ടാറ്റ സ്റ്റീലും കൂടെ ചേർന്ന് മെർജ് ചെയ്യാൻ പോയാണ്. രണ്ടുപേരുടെ മെർജ് ചെയ്ത് ഒറ്റ കമ്പനി ആവാൻ പോകുന്നു. അപ്പൊ ടാറ്റ സ്റ്റീൽ യൂറോപ്പും ആയിട്ട് മെർജ് ചെയ്യാൻ പോകുന്ന ജർമ്മൻ സ്റ്റീൽ കമ്പനിയാണ് തൈസൺ ഗ്രൂപ്പ്. അത് കഴിഞ്ഞ് നമ്മൾ വേൾഡ് പേജിലേക്ക് പോകുമ്പോൾ 12th പേജില് ടർക്കിയുടെ പ്രസിഡന്റ് റെസെപ്പ് തായിപ്പ് എർഡോഗാന്റെ ഒരു ഫോട്ടോയാണ്. ടർക്കിയുടെ പ്രസിഡന്റ് ആണ് റെസെപ്പ് തായിപ്പ് TAYYIP തായിപ്പ് എർഡോഗാൻ ERDOGAN റെസെപ്പ് തായിപ്പ് എർഡോഗാൻ. അതുപോലെ ഓസ്ട്രേലിയയുടെ പ്രൈം മിനിസ്റ്ററിന്റെ പേരുണ്ട്. ഓസ്ട്രേലിയയുടെ പ്രൈം മിനിസ്റ്റർ സ്കോട്ട് മോറിസൺ ആണ്. ഓസ്ട്രേലിയയുടെ പ്രൈം മിനിസ്റ്റർ ആണ് സ്കോട്ട് സ്കോട്ട് മോറിസൺ MORRISON സ്കോട്ട് മോറിസൺ. ഈ ഓസ്ട്രേലിയക്ക് നെയ്ബറിംഗ് ആയിട്ടുള്ള മറ്റൊരു കൺട്രിയാണ് ന്യൂസിലാൻഡ്. അവിടെയാണ് ഇപ്പം ഈ മുസ്ലിം ദേവാലയത്തിലെ വെടിവെപ്പിൽ ഒത്തിരി ആൾക്കാർ മരിച്ചതൊക്കെ. അന്ന് എപ്പോഴും ഞാൻ ന്യൂസിലാൻഡിന്റെ പ്രൈം മിനിസ്റ്ററിന്റെ പേര് വന്നിട്ട് പറയാറുണ്ട്. ന്യൂസിലാൻഡിന്റെ പ്രൈം മിനിസ്റ്റർ വുമൻ ആണ്. അവരുടെ പേര് ജസീന്ത ആർഡേൻ എന്നാണ്. അത് എപ്പോഴും പറയുന്നതാണ് ജസീന്ത ആർഡേൻ ARDER. അതുപോലെ ഈ ഇടയ്ക്ക് OPEC ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ് OPECൽ നിന്ന് വിത്ഡ്രോ ചെയ്ത അറബ് കൺട്രിയാണ് ഖത്തർ. ഈ ജാനുവരി മുതൽ OPEC ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസിൽ നിന്ന് വിത്ഡ്രോ ചെയ്ത അറബ് കൺട്രിയാണ് ഖത്തർ എന്ന് പറയുന്നത്. ഖത്തറിന്റെ ക്യാപിറ്റൽ ദോഹയാണ്. നെക്സ്റ്റ് വേൾഡ് കപ്പ് ഫുട്ബോൾ ടൂർണമെന്റ് 2022 നടക്കാൻ പോകുന്നത് ഖത്തറിൽ വെച്ചാണ് നെക്സ്റ്റ് വേൾഡ് കപ്പ് 2022 ഫുട്ബോൾ ടൂർണമെന്റ് നടക്കാൻ പോകുന്നത് 2022. അപ്പം അത് മറ്റൊരു കാര്യം. പിന്നെ വേറൊരു കാര്യം ഇന്റർനാഷണൽ പേജിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ കസാക്കിസ്ഥാൻ എന്ന് പറയുന്ന കൺട്രി ആക്ച്വലി മുമ്പില്ലായിരുന്ന ഒരു രാജ്യമാണ്. കസാക്കിസ്ഥാൻ നിലവിൽ വന്നിട്ട് ഒരു 30ഓളം വർഷമാകത്തുള്ളൂ. കാരണം സോവിയറ്റ് യൂണിയന്റെ ഭാഗമായി നിന്നിരുന്ന ഒരു സംഭവമാണ്. സോവിയറ്റ് യൂണിയന്റെ തകർച്ചയോടുകൂടി അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയനിലെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം അവസാനിച്ചതിന് ശേഷം കസാക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, താജിക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ ഇങ്ങനെ ഒരുപാട് രാജ്യങ്ങൾ അതിൽ നിന്ന് വിഘടിച്ചു പോയി. അങ്ങനെ ഉണ്ടായ കസാക്കിസ്ഥാൻ ഉണ്ടായ കാലം തൊട്ട് 2 ദിവസം മുമ്പ് വരെയും കസാക്കിസ്ഥാന്റെ പ്രസിഡന്റ് നൂർ സുൽത്താൻ നാസർബയേവ് ആയിരുന്നു. നൂർ സുൽത്താൻ NURSULTAN നൂർ സുൽത്താൻ നാസർബയേവ് NAZARBAYEV. അപ്പൊ നൂർ സുൽത്താൻ NURSULTAN നൂർ സുൽത്താൻ നാസർബയേവ് NAZARBAYEV അദ്ദേഹമായിരുന്നു. പക്ഷെ അദ്ദേഹം ഇമ്മീഡിയറ്റ് ആയിട്ട് ആരും അറിയിക്കാതെ പെട്ടെന്ന് വളരെ സർപ്രൈസ് ആയിട്ടുള്ള ഡിസിഷൻ ആയിരുന്നു. അദ്ദേഹം പ്രസിഡന്റ് പദവി ഒഴിഞ്ഞു. പുതിയ പെർമനന്റ് പ്രസിഡന്റിനെ സെലക്ട് ചെയ്തിട്ടില്ല. ഒരു ഇന്ററിം പ്രസിഡന്റിനെ മാത്രമേ സെലക്ട് ചെയ്തിട്ടുള്ളൂ. അപ്പൊ പറയുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ കസാക്കിസ്ഥാന്റെ ക്യാപിറ്റലിന്റെ പേര് അസ്താന എന്നായിരുന്നു ഇത്രയും കാലവും അസ്താന എന്നായിരുന്നു.
അപ്പൊ കസാക്കിസ്ഥാൻ എന്ന കൺട്രി ഇൻഡിപെൻഡന്റ് ആയി നിൽക്കാൻ തുടങ്ങിയ കാലം തൊട്ട് ഇന്ന് വരെയും അതിന്റെ പ്രസിഡന്റ് ആയിരുന്ന നൂർ സുൽത്താൻ നാസർബയേവിന്റെ അവിടെയുള്ള റെസ്പെക്ടിന്റെ ഭാഗമായിട്ട് അവരുടെ ക്യാപിറ്റലിന്റെ പേര് മാറ്റി നൂർ സുൽത്താൻ എന്നാക്കി. അതാണ് മെയിൻലി പഠിക്കേണ്ടത്. അപ്പൊ കസാക്കിസ്ഥാന്റെ ക്യാപിറ്റൽ അസ്താന ആയിരുന്നത് ഇനി മുതൽ നൂർ സുൽത്താൻ എന്നറിയപ്പെടും. അത് കഴിഞ്ഞ് നമ്മള് 10th 11th പേജുകൾ നാഷണൽ പേജ്, അതിൽ ഫുൾ പൊളിറ്റിക്സ് ബിക്കോസ് ഓഫ് ഇലക്ഷൻസ് ആൻഡ് ഓൾ. അതില് വൺ ന്യൂസ് മാത്രമാണ് നമുക്ക് ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ. ആ ഇമ്പോർട്ടന്റ് ന്യൂസ് എന്താണെന്ന് വെച്ചാൽ ഗോവയിൽ പ്രമോദ് സാവന്ത് ഗവൺമെന്റ് ട്രസ്റ്റ് വോട്ട് വിൻ ചെയ്തു എന്നൊരു ന്യൂസ് ഉണ്ട്. പ്രമോദ് സാവന്ത് ഗവൺമെന്റ് മനോഹർ പരീക്കറിന്റെ മരണശേഷം ഗോവ ലീഡ് ചെയ്യാൻ വേണ്ടി BJPയും അതിന്റെ അലയൻസ് പാർട്ട്നേഴ്സും ചേർന്ന് സെലക്ട് ചെയ്ത ചീഫ് മിനിസ്റ്ററാണ് 45 years old ആയ പ്രമോദ് സാവന്ത്. അതിന് ട്രസ്റ്റ് വോട്ട് വിൻ ചെയ്യുന്ന പറഞ്ഞേക്കുന്നത്. അപ്പൊ ആക്ച്വലി 2 ടൈപ്പ് ഓഫ് വോട്ടുകളാണ്. ഒന്ന് വെച്ചാൽ ട്രസ്റ്റ് വോട്ട്, അതായത് അത് ചീഫ് മിനിസ്റ്റർ അയാളുടെ മെജോറിറ്റി പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവർണറിന് അത് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ട്രസ്റ്റ് വോട്ട്. അപ്പം ട്രസ്റ്റ് വോട്ട് സമയത്ത് അവർ തന്നെയാണ് ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. റൂളിംഗ് പാർട്ടി തന്നെയാണ് ട്രസ്റ്റ് വോട്ട് നേടാൻ മുന്നിട്ടിറങ്ങുന്നത്. അപ്പം അവരില് മെജോറിറ്റി അത് അവരുടെ ട്രസ്റ്റ് മോഷനെ സപ്പോർട്ട് ചെയ്താൽ അവർ വിൻ ചെയ്തു എന്നർത്ഥം. ഇന്നലെ അങ്ങനെ സംഭവിച്ചു. അതുകൊണ്ട് ഗോവയിലെ ഗവൺമെന്റ് തൽക്കാലം ഭീഷണിയൊന്നുമില്ല. പക്ഷേ നോ കോൺഫിഡൻസ് മോഷൻ എന്ന് പറഞ്ഞ വേറെ സംഭവമുണ്ട്. നോ കോൺഫിഡൻസ് മോഷൻ എന്താണെന്ന് ഓപ്പോസിഷൻ പാർട്ടീസ് ആണ് കൊണ്ടുവരുന്നത്. അതായത് വി ഹാവ് നോ കോൺഫിഡൻസ് ഇൻ യുവർ ഗവൺമെന്റ്, അല്ലെങ്കിൽ വി ഹാവ് നോ കോൺഫിഡൻസ് ഇൻ ദ ചീഫ് മിനിസ്റ്റർ ഓർ പ്രൈം മിനിസ്റ്റർ, ലൈക്ക് ദാറ്റ് ദ ഓപ്പോസിഷൻ പാർട്ടീസ് വിൽ ബ്രിങ് എ മോഷൻ. ആ മോഷനാണ് നോ കോൺഫിഡൻസ് മോഷൻ പറയുന്നത്. അപ്പൊ ഓപ്പോസിഷൻ പാർട്ടീസ് ആണ് നോ കോൺഫിഡൻസ് മോഷൻ കൊണ്ടുവരുന്നത്. റൂളിംഗ് പാർട്ടിയാണ് ട്രസ്റ്റ് വോട്ട് കൊണ്ടുവരുന്നത്. അതാണ് വ്യത്യാസം. ഗോവയുടെ ഗവർണർ മൃദുല സിൻഹയാണ്. ഗോവയുടെ ഗവർണർ മൃദുല സിൻഹ. അത് കഴിഞ്ഞ് നമ്മൾ അതിനടുത്ത പേജിലേക്ക് പോകുന്നു. അടുത്ത പേജിലേക്ക് പോകുമ്പോൾ എഡിറ്റോറിയൽ എ ലോട്ട് ടു ലൂസ് എന്നാണ്. എ ലോട്ട് ടു ലൂസ് എന്ന് പറഞ്ഞ എഡിറ്റോറിയൽ ഈസ് അബൌട്ട് തമിഴ്നാട് പൊളിറ്റിക്സ്. തമിഴ്നാട്ടിൽ ഇപ്പോഴത്തെ ഇലക്ഷന്റെ പ്രത്യേകത, തമിഴ്നാടിന്റെ ഞാനൊക്കെ ജനിച്ചതിന് ശേഷം നമ്മൾ കണ്ടിട്ടുള്ള രണ്ട് പൊളിറ്റീഷ്യൻസ് ആണ് തമിഴ്നാട്ടിലെ എല്ലാ ഇലക്ഷൻസും ലീഡ് ചെയ്തിട്ടുള്ളത്. DMKക്ക് കരുണാനിധിയും AIDMKക്ക് ജയലളിതയും. അവർ രണ്ടുപേരും മരണപ്പെട്ടു പോയി ഏകദേശം ഒരേ കാലയളവിൽ. അതിനുശേഷം അവർ രണ്ടുപേരും ഇല്ലാത്ത ഇലക്ഷനാണ്. ആ ഇലക്ഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ് ഫസ്റ്റ് എഡിറ്റോറിയൽ എന്ന് പറഞ്ഞാൽ. അത് പ്യൂർലി പൊളിറ്റിക്കൽ എഡിറ്റോറിയലാണ്. സെക്കൻഡ് എഡിറ്റോറിയലാണ് നമ്മളെ സംബന്ധിച്ച് കുറച്ചുകൂടി ഇമ്പോർട്ടന്റ്. യൂസ്ഫുൾ ടൂൾ എന്ന് പറഞ്ഞ എഡിറ്റോറിയലാണ്. യൂസ്ഫുൾ ടൂൾ എന്ന് പറഞ്ഞ എഡിറ്റോറിയൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു പുതിയ ഡിസിഷനെ കുറിച്ചാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്നൊരു സംഭവം നടത്തുന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് ഉണ്ട്. അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ. ആക്ച്വലി ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നടത്തുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ടു അഡ്ജസ്റ്റ് ദ ലിക്വിഡിറ്റി പൊസിഷൻ ദ മാർക്കറ്റ്. അപ്പൊ മാർക്കറ്റിൽ ലിക്വിഡിറ്റി പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യാനാണ് പിന്നെ അവര് ഗവൺമെന്റ് ബോണ്ട്സുകൾ ബൈ ചെയ്യുകയും സെല് ചെയ്യുകയും ചെയ്ത് ലിക്വിഡിറ്റി പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഈ ഗവൺമെന്റ് ബോണ്ടുകൾ ബൈ ചെയ്യും സെല് ചെയ്യുകയും ചെയ്യുന്നത് മെയിൻലി ബാങ്കുകൾക്കാണ്. അങ്ങനെ ലിക്വിഡിറ്റി പൊസിഷൻ അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ആ പരിപാടി ഏകദേശം സ്റ്റോപ്പ് ചെയ്തിട്ട് ഇപ്പം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഡോളർ റുപ്പി സ്വാപ്പ് എന്ന് പറഞ്ഞ പരിപാടിയിലേക്ക് കടക്കുകയാണ്. അപ്പം ലിക്വിഡിറ്റി പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന കാര്യം കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്തിട്ടില്ലെങ്കിലും പതുക്കെ അതിൽ നിന്ന് മാറാൻ തീരുമാനിക്കുകയാണ്. അതിനു പകരം ഡോളർ റുപ്പി സ്വാപ്പ് ആണ് ചെയ്യാൻ പോകുന്നത്. ഡോളർ റുപ്പി സ്വാപ്പിൽ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഈ ബാങ്കുകളുടെ കയ്യിലെല്ലാം ഡോളറിന്റെ ശേഖരമുണ്ട്. ആ ഡോളർ ശേഖരം അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് പകരം റുപ്പി അവർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഡോളർ ശേഖരം അവരുടെ കയ്യിൽ നിന്ന് വാങ്ങുമ്പോഴത്തേക്ക് 2 ഗുണങ്ങളാണ്. ഒന്ന്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കയ്യിലുള്ള ഡോളർ റിസർവ് ഫോറക്സ് റിസർവ് കൂടും. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് ഫോറക്സ് റിസർവ് എന്നൊരു സംഭവം ഉണ്ടായാലും മെയിൻലി ഡോളർ ആണുള്ളത്. ആ ഡോളർ ശേഖരം കൂടും. രണ്ടാമതായിട്ട് ബാങ്കുകളുടെ കയ്യിലേക്ക് കൂടുതലായിട്ട് ഡോളർ മാറി റുപ്പി വരികയും ചെയ്യും. അപ്പൊ അവർക്ക് കൂടുതലായിട്ട് ലെൻഡ് ചെയ്യാനും പറ്റും. ഇപ്പൊ ലിക്വിഡിറ്റി പൊസിഷൻ ബാങ്കുകളുടെ കയ്യിൽ ഇംപ്രൂവ് ആവും. നമ്മുടെ മൊത്തം എക്കണോമിക് സിസ്റ്റത്തിലും ലിക്വിഡിറ്റി പൊസിഷൻ ഇംപ്രൂവ് ആവും. അത്തരത്തിലുള്ള ഒരു ഡോളർ റുപ്പി സ്വാപ്പ് മെക്കാനിസം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഒരുപക്ഷെ ഇത് എനിക്ക് തോന്നുന്നു സെൻട്രൽ ബാങ്കുകളുടെ കൂട്ടത്തിൽ ഇത്തരത്തിലുള്ള ഒരു ആശയം അവതരിപ്പിക്കുന്ന ആദ്യത്തെ ബാങ്കുകളിൽ ഒരു സെൻട്രൽ ബാങ്കാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് തോന്നുന്നു. വളരെ നല്ലൊരു ആശയമായിട്ടാണ് പൊതുവെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത്. വളരെ നല്ല രീതിയിൽ റിസീവ് ചെയ്യപ്പെടുന്നു, കരുതപ്പെടുന്നു. അപ്പൊ എന്തായാലും ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്ന സംഭവം ബോണ്ടുകൾ ബൈ ചെയ്യും, ഗവൺമെന്റ് ബോണ്ടുകൾ ബൈ ചെയ്യും സെല് ചെയ്യുകയും ചെയ്യുന്ന ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന കാലഘട്ടത്തിൽ നിന്ന് പതുക്കെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മാറി പകരം ലിക്വിഡിറ്റി പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോളർ റുപ്പി സ്വാപ്പ് മെക്കാനിസത്തിലേക്ക് മാറുന്നതിനെ കുറിച്ചാണ് നമ്മുടെ സെക്കൻഡ് എഡിറ്റോറിയൽ. ഇറ്റ് ഈസ് എ വെരി ഇൻഫോർമേറ്റീവ് എഡിറ്റോറിയൽ ഫോർ ഓൾ ദ ബാങ്കിങ് ആസ്പിരൻസ്, മെയിൻലി ബാങ്കിങ് ആസ്പിരൻസ്, ബാങ്ക് ജോബ് ആസ്പിരൻസ് ആണ് മെയിൻലി ഇതുകൊണ്ട് പിന്നീട് യൂസ്. പക്ഷേ മറ്റുള്ളവർക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. സിവിൽ സർവീസ് പ്രിപ്പയർ ചെയ്യുന്നവർക്കായിരുന്നാലും ഒക്കെ അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും.
അത് കഴിഞ്ഞ് നമ്മള് നാഷണൽ പേജിലേക്ക് പോകുമ്പോൾ നാഷണൽ പേജിൽ NIA കുറിച്ച് ന്യൂസ് ഉണ്ട്. NIA നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി. YC മോഡി ഈസ് ദ ഡയറക്ടർ ഓഫ് NIA നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി. YC മോഡിയാണ് അതിന്റെ ഡയറക്ടർ. PM കിസാൻ എന്ന് പറഞ്ഞ പദ്ധതിയുടെ ബെനിഫിഷ്യറീസ് ഒരു 44% ആൾക്കാർക്ക് ഇനിയും അതിന്റെ ബെനിഫിറ്റ് കിട്ടാൻ ഉണ്ട് എന്ന് പറഞ്ഞൊരു ന്യൂസ് ഉണ്ട്. PM കിസാൻ എല്ലാവർക്കും അറിയാം, പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി. ലാസ്റ്റ് ബഡ്ജറ്റില് NDA ഗവൺമെന്റ് അനൗൺസ് ചെയ്ത ഒരു സ്കീമാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി എന്ന് പറയുന്നത്. ഈ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയിൽ എന്താണ് സംഭവിക്കുന്നത് ഞാൻ പറഞ്ഞത്, 6,000 rupees വെച്ച് എല്ലാ ഫാമേഴ്സിനും പറ്റും. എല്ലാ ഫാമേഴ്സിനും എന്ന് പറയാൻ പറ്റത്തില്ല, അതിൽ കുറച്ച് ക്രൈറ്റീരിയാസും കണ്ടീഷൻസും ഉണ്ട്. ആ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന എല്ലാ ഫാമേഴ്സിനും. പിന്നെ ആബേൽ പ്രൈസ് എന്ന് പറയുന്ന അത് ഡിക്ലെയർ ചെയ്തു. മാത്തമെറ്റിക്സിൽ നോബൽ പ്രൈസ് ഇല്ല. മാത്തമെറ്റിക്സിൽ നോബൽ പ്രൈസിന് പകരം നോബൽ പ്രൈസിന് ഇക്വലന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന അവാർഡാണ് ആബേൽ പ്രൈസ് എന്ന് പറയുന്നത്. ABEL ആബേൽ പ്രൈസ്. ആബേൽ പ്രൈസ് അതിന്റെ ഹിസ്റ്ററിയിൽ ആദ്യമായിട്ട് ഒരു വുമൻ വിൻ ചെയ്തു. ഒരു USA-കാരിയായ ഒരു അമേരിക്കക്കാരിയായ വുമൻ ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ദ ഹിസ്റ്ററി ഓഫ് ആബേൽ പ്രൈസ് എ വുമൻ വൺ ദിസ് പ്രസ്റ്റീജിയസ് പ്രൈസ്. അത് ഒരു USA-കാരിയാണ്. ഒരു പേര് കാരൻ ഉലൻബെക്ക് എന്നാണ്. KAREN കാരൻ ഉലൻബെക്ക്. UHLENBECK കാരൻ ഉലൻബെക്ക്. അതുപോലെ സൂപ്പർ കപ്പിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. സൂപ്പർ കപ്പ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഇന്നലെ. ISL-ലും I ലീഗിലേക്ക് ISL I ലീഗ് രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ഇന്ത്യയുടെ ഫുട്ബോൾ ലീഗ്സ് ആണ്. ഇതില് മെയിൻ ആയിട്ടുള്ള ക്ലബ്ബുകൾ രണ്ടുപേരും കൂടെ ചേർന്ന് നടന്നതാണ് സൂപ്പർ കപ്പ് എന്ന് പറയുന്നത്. അപ്പം അത് പ്രധാനപ്പെട്ട ഒരു ഫുട്ബോൾ ടൂർണമെന്റ് ആണ്. സുനിൽ ഛേത്രി ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ ക്യാപ്റ്റൻ. അതുപോലെ ബംഗളൂരു FC ആണ് ഇപ്രാവശ്യം ISL വിൻ ചെയ്തത്. ഞാൻ പറഞ്ഞു ചെന്നൈ സിറ്റി FC ആണ് I ലീഗ് വിൻ ചെയ്തതെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ISL വിൻ ചെയ്തത് ബംഗളൂരു FC ആണ്. അപ്പൊ അത് സുനിൽ ഛേത്രിയുടെ ടീമാണ്. പിന്നെ TOPS സ്കീമിനെ കുറിച്ചുള്ള ന്യൂസ് ആണ്. TOPS എന്ന് പറഞ്ഞാൽ ടാർഗറ്റ് ഒളിമ്പിക് പോഡിയം സ്കീം. ടാർഗറ്റ് ഒളിമ്പിക് പോഡിയം സ്കീം എന്ന് പറയുന്നത് ഒളിമ്പിക്സിൽ മെഡൽ കിട്ടുന്നതിന് ഇന്ത്യൻ സ്പോർട്സ് താരങ്ങളെ സഹായിക്കാൻ വേണ്ടി ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സ്പോർട്സ് മിനിസ്ട്രി കൊണ്ടുവന്ന ഒരു സ്കീമാണ് TOPS ടാർഗറ്റ് ഒളിമ്പിക് പോഡിയം സ്കീം. അതുപോലെ സ്പെഷ്യൽ ഒളിമ്പിക്സ് ഇപ്പൊ നടക്കുന്നത് അബുദാബിയിലാണ്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് UAE അബുദാബിയിലാണ് സ്പെഷ്യൽ ഒളിമ്പിക്സ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ വേൾഡ് റാങ്കിങ്ങിൽ 84th പൊസിഷനിലായ ഇന്ത്യയുടെ പ്രജനേഷ് ഗുണേശ്വരൻ, ഇന്ത്യയുടെ നമ്പർ 1 ടെന്നീസ് പ്ലെയർ ആയ പ്രജനേഷ് ഗുണേശ്വരൻ വേൾഡ് റാങ്കിൽ 84th പൊസിഷനിലായി. അത് വളരെ നല്ലൊരു അച്ചീവ്മെന്റ് ആണ്. അത് കഴിയുമ്പോൾ നമ്മൾ സ്പോർട്സ് പേജ് കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ പോകുന്നത് ബിസിനസ് പേജ് 14th പേജിലേക്കാണ്. ITC എന്ന് പറയുന്നൊരു അബ്രിവേഷൻ ഉണ്ട്. ITC ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. അല്ലാതെ ITC എന്ന് പറയുന്ന കമ്പനി ഉണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സിഗരറ്റ് മാനുഫാക്ചറും ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ FMCG കമ്പനി, ഫാസ്റ്റ് മൂവിംഗ് കൺസ്യൂമർ ഗുഡ്സ് കമ്പനിയൊക്കെയാണ് ITC എന്ന് പറയുന്നത്. അതല്ല, ഇവിടുത്തെ ITC ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആണ്. അത് GST ആയിട്ട് അസോസിയേറ്റഡ് ആയിട്ട് വരുന്നൊരു സംഭവമാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. VG കണ്ണൻ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷൻ IBA. ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു ബാങ്ക് റിലേറ്റഡ് ബോഡിയാണ് IBA ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷൻ. അതിന്റെ ഹെഡാണ് VG കണ്ണൻ. പത്മജ ചന്ദ്രു, മാനേജിംഗ് ഡയറക്ടർ ആൻഡ് CEO ഇന്ത്യൻ ബാങ്ക്. ഇന്ത്യൻ ബാങ്കിന്റെ മാനേജിംഗ് ഡയറക്ടറും CEO ആണ് പത്മജ ചന്ദ്രു. CHANDURU. BIFR ആൻഡ് എക്സ്പാൻഷൻ അറിഞ്ഞിരിക്കുക. ബോർഡ് ഫോർ ഇൻഡസ്ട്രിയൽ ആൻഡ് ഫിനാൻഷ്യൽ റീകൺസ്ട്രക്ഷൻ. ബോർഡ് ഫോർ ഇൻഡസ്ട്രിയൽ ആൻഡ് ഫിനാൻഷ്യൽ റീകൺസ്ട്രക്ഷൻ ആണ് BIFR. സെയിൽ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. സെയിൽ എന്ന് പറയുന്ന സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ആണ്. ഇന്ത്യയിലെ ഒരു മഹാരത്ന കമ്പനിയാണ്. മഹാരത്ന കമ്പനികളിൽ 8ഓളം കമ്പനികളുണ്ട്. ഗവൺമെന്റിന്റെ ഏറ്റവും പ്രോഫിറ്റും ടേൺ ഓവറുള്ള കമ്പനീസിനാണ് മഹാരത്ന കമ്പനീസ് എന്ന് പറയുന്നത്. അതിൽ ഒരെണ്ണമാണ് ഞാനിപ്പോ പറഞ്ഞത് സെയിൽ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ കോഫി ചെയിനായ കഫേ കോഫി ഡേ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കോഫി ചെയിനാണ് കഫേ കോഫി ഡേ. കഫേ കോഫി ഡേയുടെ ഓണറാണ് സിദ്ധാർത്ഥ. കിയ എന്ന് പറഞ്ഞ ഒരു പുതിയ കാർ ബ്രാൻഡ് ഇന്ത്യയിൽ ഇറങ്ങാൻ പോയാണ്. കിയ KIA. അതൊരു സൗത്ത് കൊറിയൻ കാർ ബ്രാൻഡാണ്. ഹ്യുണ്ടായി എന്ന് പറഞ്ഞ കാർ ബ്രാൻഡ് പോലെ സൗത്ത് കൊറിയൻ കാർ ബ്രാൻഡാണ് കിയ, KIA. അത് കഴിഞ്ഞ് നമ്മൾ വേൾഡ് പേജിലേക്ക് പോകുന്നു. വേൾഡ് പേജിലേക്ക് പോകുമ്പോൾ ദലൈലാമ പറഞ്ഞിരിക്കുന്നു. നെക്സ്റ്റ് ദലൈലാമ കുഡ് ബി ഫ്രം ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എഴുതണ്ട, കാരണം കുഡ് ബി ഫ്രം ഇന്ത്യ എന്നേ പറഞ്ഞിട്ടുള്ളൂ. ബുദ്ധമതക്കാരുടെ എസ്പെഷ്യലി ടിബറ്റിലെ ബുദ്ധമതക്കാരുടെ ആത്മീയ ആചാര്യനാണ് ദലൈലാമ.
പിന്നെ ജെഫ് ബിസോസിന്റെ ഒരു ഫോട്ടോ ഉണ്ട്, വേൾഡ് റിച്ചസ്റ്റ് മാൻ ജെഫ് ബിസോസ്, ആമസോണിന്റെ ഫൗണ്ടർ. അതുപോലെ ബ്രെക്സിറ്റിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. ബ്രെക്സിറ്റ് എപ്പോഴും പറയുന്നത് യൂറോപ്യൻ യൂണിയന്റെ എക്സിറ്റ് ഫ്രം ബ്രിട്ടന്റെ എക്സിറ്റ് ഫ്രം യൂറോപ്യൻ യൂണിയൻ ബൈ March 29, ബട്ട് ഇറ്റ് ഇസ് നോട്ട് ഗോയിങ് ടു പോസിബിൾ ബൈ March 29 ഇപ്പോഴത്തെ കാര്യങ്ങളുടെ ഒരു ഡെവലപ്മെന്റ് അനുസരിച്ച്. FTA എന്ന് പറയുന്നൊരു അബ്രിവേഷൻ ഉണ്ട്. FTA ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ആണ്. FTA ഫ്രീ ട്രേഡ് എഗ്രിമെന്റ്. ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ സ്വതന്ത്ര വ്യാപാര കരാർ. ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് കൺട്രീസ് തമ്മിൽ ഉണ്ടാക്കുന്നതാണ് സ്വതന്ത്ര വ്യാപാര കരാർ അല്ലെങ്കിൽ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് എന്ന് പറയുന്നത്. അജിത് ഡോവലിന്റെ ഫോട്ടോ ഉണ്ട്, നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അജിത് ഡോവൽ. അത് കഴിഞ്ഞ എഡിറ്റോറിയലിലേക്ക് പോകുമ്പോൾ ഈ ഫൈറ്റ് ഫോർ കീവ് എന്ന് പറഞ്ഞൊരു എഡിറ്റോറിയലുണ്ട്. കീവ് എന്ന് പറയുന്നത് യുക്രൈന്റെ ക്യാപിറ്റലാണ്. യുക്രൈൻ എന്ന് പറയുന്ന കൺട്രിയുടെ ക്യാപിറ്റലാണ് കീവ്, KIEV. ഇവിടെ ഇലക്ഷൻ വരാൻ പോകുന്നു, അതിനെ കുറിച്ചാണ് ഈ എഡിറ്റോറിയൽ. യുക്രൈന്റെ പ്രസിഡന്റ് ആണ് പെട്രോ പോറോഷെങ്കോ, PETRO, പെട്രോ പോറോഷെങ്കോ, POROSHENKO. പെട്രോ പോറോഷെങ്കോ ആണ് യുക്രൈനുള്ള പ്രസിഡന്റ്. അതായത് പ്രോ വെസ്റ്റേൺ ഗവൺമെന്റ് ആണ് പെട്രോ പോറോഷെങ്കോ ലീഡ് ചെയ്യുന്നത്. പക്ഷേ ഉക്രൈൻ എന്ന് പറഞ്ഞ റഷ്യയുമായിട്ട് അതിർത്തി ഉള്ള രാജ്യമാണ്. അപ്പൊ റഷ്യക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഇപ്പൊ പെട്രോ പോറോഷെങ്കോ എന്ന് പറയുന്ന പ്രസിഡന്റിന്റെ തിങ്കിങ്. അപ്പൊ അതുകൊണ്ട് തന്നെ റഷ്യക്കാരുടെ ഇൻഫ്ലുവൻസ് ആ ഇലക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോ പെട്രോ പോറോഷെങ്കോ യുക്രൈന്റെ പ്രസിഡന്റ്, ക്യാപിറ്റൽ കീവ്. പിന്നെ ഗോവയിലെ ഗവൺമെന്റ് ഫോർമേഷൻ, പ്രമോദ് സാവന്ത് ഗവൺമെന്റ് ഫോം ചെയ്തതിനെ കുറിച്ചൊക്കെയാണ് ഫസ്റ്റ് എഡിറ്റോറിയൽ. പിന്നെ പിനാകി ചന്ദ്ര ഘോഷ് ഇന്ത്യയുടെ പുതിയ ലോക്പാലായിട്ട് അപ്പോയിന്റഡ് ആയതിനെ കുറിച്ച്, ഇന്ത്യയുടെ ഫസ്റ്റ് ലോക്പാൽ പിനാകി ചന്ദ്ര ഘോഷ്, അദ്ദേഹത്തിനെ കുറിച്ചുള്ള ന്യൂസ് ഉണ്ട്. പിനാകി ചന്ദ്ര ഘോഷ്, GHOSC, പിനാകി ചന്ദ്ര ഘോഷ്, GHOSC, അതിനെ കുറിച്ച് ഒരു ന്യൂസ് ഉണ്ട്. പിന്നീട് ബിസിനസ് പേജുകളിലേക്ക് എക്കണോമിക് ടൈംസിലേക്ക് പോകുമ്പോൾ FATF അതൊക്കെ പേര് നമ്മൾ പറയുന്നതാണ് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ്. ഇതിലൊന്നും തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാനില്ല. എലോൺ മസ്ക് ആരാണെന്ന് അറിയാമായിരിക്കും. വേൾഡ് ഫേമസ് ആയിട്ടുള്ള ബിസിനസ് മാൻ ആണ് എലോൺ മസ്ക്. എലോൺ മസ്കിന്റേതാണ് വേൾഡിലെ ഏറ്റവും വലിയ ഇലക്ട്രിക് കാർ മാനുഫാക്ചറായ ടെസ്ല എന്ന് പറയുന്ന കമ്പനി. ടെസ്ല കമ്പനി എലോൺ മസ്കിന്റെ കമ്പനിയാണ്. അദ്ദേഹത്തിന്റെ മറ്റൊരു കമ്പനിയാണ് സ്പേസ് കാർഗോ ഒക്കെ കൊണ്ടുവന്ന കമ്പനിയായ സ്പേസ് എക്സ് എന്ന് പറയുന്ന കമ്പനി, സ്പേസ് എക്സ്. അപ്പം ടെസ്ലയും സ്പേസ് എക്സും എലോൺ മസ്കിന്റെ കമ്പനികളാണ്. അതുപോലെ വേറൊരു ഡെവലപ്മെന്റ് ഉള്ളതെന്ന് വെച്ചാൽ മാരുതി കാറുകളൊക്കെ ഇനി ടൊയോട്ടയുടെ കാർ പ്ലാന്റിൽ മാനുഫാക്ചർ ചെയ്യാൻ തുടങ്ങും. അതായത് സുസുക്കി, ടൊയോട്ട, ഇത് രണ്ടും ജാപ്പനീസ് കാർ മാനുഫാക്ചറേഴ്സ് ആണ്. സുസുക്കിയും ടൊയോട്ടയും ജാപ്പനീസ് കാർ മാനുഫാക്ചറേഴ്സ് ആണ്. ഈ രണ്ട് കമ്പനീസും കൂടെ പിന്നെ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കിയതനുസരിച്ച് ഭാവിയിൽ ടൊയോട്ടയുടെ പ്ലാന്റുകളിൽ സുസുക്കിയുടെ കാറുകൾ പിന്നീട് മാനുഫാക്ചർ ചെയ്യാൻ തീരുമാനിച്ചു. ഇന്ത്യയിലും ടൊയോട്ടയുടെ പ്ലാന്റുകളുണ്ട്. പിന്നീട് ഇതിലും കസാക്കിസ്ഥാന്റെ ക്യാപിറ്റലിന്റെ നെയിം നൂർ സുൽത്താൻ എന്ന് ചേഞ്ച് ചെയ്തതിനെ കുറിച്ച് ന്യൂസ് ഉണ്ട്. ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്. പിന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പവർ പ്രൊഡക്ഷൻ കമ്പനിയാണ് NDPC. ഇന്ത്യയിലെ ഏറ്റവും വലിയ പവർ പ്രൊഡക്ഷൻ കമ്പനി NDPCയെ കുറിച്ചും ഒരു ന്യൂസ് ഉണ്ട്. ഇത്രയാണ് ഇതുവരെയുള്ള ഹിന്ദുവും എക്കണോമിക് ടൈംസും. അപ്പോൾ ഇനി പെൻഡിങ് ന്യൂസ് പേപ്പേഴ്സ് ഒന്നുമില്ല. ബാക്കി വീക്കിലി റിവ്യൂ ആയിരിക്കും നാളത്തെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. താങ്ക് യു.